ഇവിടുന്ന് എനിക്ക് നിങ്ങളെ കാണണ്ട. എനിക്ക് നിങ്ങൾ വെറുപ്പാണ്. ഇവിടെ ഇങ്ങനെ ഈ അവസ്ഥയിൽ നിന്നെ കാണുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച ആളെ കൂട്ടും. ഭാർഗവി, നീ എന്നെ കൈവടിയരുത്. എന്റെ പിന്നാലെ പോലീസ് ഉണ്ട്. എനിക്ക് ജീവിക്കണം. എല്ലാം മറന്ന് ഒരു നല്ല മനുഷ്യനായിട്ട്. എനിക്കറിയാം, തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിന്റെ ജീവിതം പോലും ഞാൻ തകർത്തില്ലേ? ഞാൻ ജയിലിലായ ശേഷം നാടുവിട്ട എന്റെ ഭാര്യയെ പിന്നെ കണ്ടത് അവിചാരിതമായി അവിടെ വെച്ചാണ്. ഞാൻ സ്നേഹം നടിച്ചു. കാരണം എനിക്ക് വേണ്ടത് അഭയമായിരുന്നു. ഈശ്വരനാണ് എന്നെ നിന്റെ അടുത്ത് എത്തിച്ചത്. ഒരു നല്ല ജീവിതം നയിക്കാൻ നീ എന്നെ സഹായിക്കില്ലേ? എന്നെ രക്ഷിക്കില്ലേ? എനിക്കിങ്ങനെ ഒരു ഭർത്താവുണ്ടെന്നോ ഞാൻ വിവാഹിതയാണെന്നോ ഈ ഗ്രാമത്തിൽ ആർക്കും അറിയില്ല. നിങ്ങളെ പോലീസ് പിടിച്ച ശേഷം ആ നാട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു. ജീവൻ രക്ഷിക്കാൻ രായ്ക്ക് ഒളിച്ചോടുകയായിരുന്നു. ഇപ്പൊ ചങ്കൂറ്റത്തോടെ എന്തിനും പോന്ന ഭാർഗവിയായി അധ്വാനിച്ച് ഞാനിവിടെ ജീവിക്കുന്നു. എന്നെ രക്ഷിച്ചവരായി ഗ്രാമത്തിലുള്ളവര് നിങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? നിങ്ങളൊന്നും പറയണ്ട. ഒരുത്തൻ അവളുടെ വീട്ടിലേക്ക് കയറി പോകുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. വല്ലഭന്റെ കണ്ണായതുകൊണ്ടാ ഞങ്ങൾക്ക് സംശയം. വല്ലവന്റെ കണ്ണല്ല, എന്റെ സ്വന്തം കണ്ണാണ്. അത് ശരിയാ. അതല്ല വല്ലപേട്ട, ചേട്ടൻ തന്നെ ഭാഗ്യവയുടെ വീട്ടിൽ പോയത് തെങ്ങ് കയറാൻ. അവിടെ അടുത്തല്ലേ രാഘവന്റെ വീട്. അതും ശരിയാ. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ അടിച്ചിട്ട് അടപ്പല്ല എടുക്കും ഞാൻ. ഇവനെന്റെ കസിൻ ബ്രദറാ, അറിയോ? അതും ശരിയാ. ഓ നിന്റെ ഒടുക്കത്തെ ഒരു ശരി മിണ്ടായിരുന്നോണം. അല്ലെങ്കിൽ സത്യം പറയുന്നവർക്ക് ഈ നാട്ടിൽ ഒരു സ്ഥാനമില്ല. അതെ, നിങ്ങൾ ഇന്നേ വരെ സത്യം പറയാത്തോണ്ടാ ആരും വിശ്വസിക്കാത്തത്. എന്തായാലും ഭാർഗവി കാരണം നമ്മുടെ ഗ്രാമം പച്ചപിടിക്കാൻ തുടങ്ങി. വിദേശ നാണയം കിട്ടുന്ന തൊഴിലല്ലേ അവള് കണ്ടുപിടിച്ചത്. എന്ത് പണി അവള് കണ്ടുപിടിച്ചത്? അയ്യേ, അവൾ അതും തുടങ്ങി. എന്നാലൊന്ന് ചോദിക്കണം. വെറുതെ കിട്ടൂല, കാശും കൊണ്ടുപോകണം. എന്നാ തരും. നാട്ടുകാരായ നമ്മളിനി എങ്ങനെ തല ഉയർത്തി നടക്കും?